إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله بلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في الله حق جهاده حتى أتاه اليقين فما ترك خيرا إلا دل الأمة عليه ولا شرا إلا حذرها منه فصلوات الله وسلامه عليه وعلى آله وصحبه أجمعين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ദീനിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വസിയ്യത്ത് നൽകുകയാണ്. ഒരു മുസ്ലിമായ വ്യക്തിയുടെ ജീവിതം ചിന്തിക്കുന്ന ജീവിതമായിരിക്കും എന്നുള്ളതാണ്. എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുക സഹോദരങ്ങളെ? ദുനിയാവിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അതല്ല ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട വിഷയം 60-70 വർഷം കൊണ്ട് അവസാനിക്കുന്ന ഈ ദുനിയാവിനെ കുറിച്ചാണ്, ഏലോ ജീവിതത്തിനെ കുറിച്ചാണോ? അല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാൻ സാധിക്കും, യുകല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയെയും പകലിനെയും മാറ്റി മാറ്റി മറിക്കുന്നു. രാത്രി കഴിഞ്ഞാൽ പകലാകുന്നു, പകലിന് ശേഷം രാത്രിയാകുന്നു. എന്നിട്ട് പറയുകയാണ്, ഇന്ന ഫീ ദാലിക, തീർച്ചയായിട്ടും ഇതിൽ, ഇന്ന ഫീ ദാലിക, തീർച്ചയായിട്ടും ആ കാര്യത്തിൽ, അതായത് രാത്രി മാറി പകലാകുന്നു, പകല് മാറി രാത്രിയാകുന്ന ഈ കാര്യത്തിൽ ലഇബ്റതൻ, ഗുണപാഠമുണ്ട്. ഗുണപാഠമുണ്ട്. ആർക്കാണ് സഹോദരങ്ങളെ ഗുണപാഠമുള്ളത്? ലി ഉലിൽ അബ്സാർ, ഉൾക്കാഴ്ച ഉള്ളവർക്ക്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമ്മൾ ചിന്തിക്കാറുണ്ടോ? രാത്രിയാകുന്നു കിടന്നുറങ്ങുന്നു, പകലാകുന്നു ജോലിക്ക് പോകുന്നു എന്നതിനപ്പുറത്ത് ആരാണ് രാത്രിയെ പകലാക്കി മാറ്റുന്നതും പകലിനെ രാത്രിയാക്കി മാറ്റുന്നതും? ആരാണ് അതിന്റെ പിന്നിലുള്ള ശക്തി? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറുണ്ടോ സഹോദരങ്ങളെ? അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലി ഇംറാനിലെ 191-ാമത്തെ വചനത്തിൽ സത്യവിശ്വാസികളെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്നതായി കാണാൻ സാധിക്കും. അല്ലദീന, അവരെങ്ങനെയുള്ളവരാണ്? യസ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, അവർ അല്ലാഹുവിനെ ഇരുന്നു കൊണ്ടും നിന്നുകൊണ്ടും കിടന്നുകൊണ്ടും സ്മരിക്കുന്നവരാണ്. വയതഫക്കറൂൻ എന്ന് മാത്രമല്ല, വയതഫക്കറൂൻ, അവർ ചിന്തിക്കുന്നവരാണ്. അവർ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. എന്തിലാണ് ചിന്തിക്കുക? പലപ്പോഴും നമുക്ക് ചിന്തയുള്ളത് നാളെ എൻ്റെ കച്ചവടം എന്തായിരിക്കും എന്നുള്ള വിഷയത്തിലാണ്. ഞാൻ എപ്പോൾ പോകുന്ന പോക്ക് പോയാൽ എൻ്റെ ബാങ്ക് ബാലൻസ് എന്തായിരിക്കും എന്നുള്ള വിഷയത്തിലാണ്. അങ്ങനെയാണോ സത്യവിശ്വാസികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? അല്ല. എന്താണ് പറഞ്ഞത്? വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കാറുണ്ടോ സഹോദരങ്ങളെ? എന്തുകൊണ്ട് തണുപ്പുമാരെ ചൂട് വരുന്നു, ചൂടിന്റെ കാലഘട്ടം വരുന്നു? എന്താണ് അതിലുള്ള ഹിക്മത്ത്? എന്താണ് നമ്മൾ അതിൽ ചിന്തിക്കേണ്ട കാര്യം? അതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ടോ? അതിന് സമയം മാറ്റി വെക്കാറുണ്ടോ എന്നുള്ളത് ഞാനും നിങ്ങളും അടക്കം ആത്മവിചിന്തനം നടത്തേണ്ട വിഷയമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കി ആയത്ത് എന്താ പറയുന്നത്? ഇങ്ങനെയുള്ള ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ എന്താണ് പറയാ? റബ്ബന,
ഞങ്ങളുടെ റബ്ബേ മാ ഖലഖത ഹാദാ ബാതില, അല്ലാഹുവേ ഈ ദുനിയാവ്, ഈ സൃഷ്ടിപ്പ് നീ വെറുതെ ഉണ്ടാക്കിയതല്ല. സുബ്ഹാനക, നീ എത്ര പരിശുദ്ധൻ. ഫഖിനാ അദാബന്നാർ, ഞങ്ങളെ നരകത്തിൽ നിന്ന് റബ്ബനെ രക്ഷിക്കണേ. അതായിരിക്കും അവരുടെ ചിന്ത. ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്നായിരിക്കും അവരുടെ ചിന്ത എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. നമ്മളും വിശുദ്ധ ഖുർആനും യഥാർത്ഥ മുസ്ലിമീങ്ങളും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്, അന്തരമുണ്ട് എന്നുള്ളത്. സഹോദരന്മാരെ, നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടം, ഈ ഒരു സന്ദർഭം ചൂടിന്റെ സന്ദർഭമാണ്. അതികഠിനമായിട്ടുള്ള ചൂടാണ്. നമ്മുടെ നാട്ടിൽ 30 മുതൽ 40 വരെയല്ല സെൽഷ്യസ് ഡിഗ്രിയാണ് ചൂടുള്ളത്. ശക്തമായിട്ടുള്ള ചൂടാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് അവൻ ഈ ഒരു സന്ദർഭത്തിൽ എന്താണ് ചിന്തിക്കേണ്ടത്, എന്താണ് മനസ്സിലാക്കേണ്ടത്? അത് നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട 2 സന്ദർഭങ്ങളുണ്ട് സഹോദരന്മാരെ. 2 സന്ദർഭങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നിൽക്കേണ്ട 2 സന്ദർഭങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ചൂടിനെ മോശമാക്കി പറയുക, കാലഘട്ടത്തിനെ ശപിക്കുക, എന്നിട്ട് ദുനിയാവിന്റെ മറ്റു ചില കാരണങ്ങളിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത് മറിച്ച് മാറ്റിവെച്ചുകൊണ്ട് പരലോകത്ത് നിൽക്കുന്ന ആ സന്ദർഭത്തെ കുറിച്ച് ചിന്തിക്കണമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒന്നാമത്തെ സന്ദർഭം എന്താണ് സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ മുന്നിൽ മഅ്ശറയിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്ന ആ സന്ദർഭം. മഅ്ശറയിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്ന ആ സന്ദർഭം അത് സദാസമയം ഒരു മുസ്ലിമിന്റെ മനസ്സിൽ വരേണ്ട വിഷയമാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ്, ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു. എന്താണ് പറഞ്ഞത്? തുദ്ന അശംസു യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖി ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീൽ. സൂര്യനുണ്ടല്ലോ, സൂര്യനെ മഅ്ശറയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മീൽ മൈൽ എന്ന് പറയാം. അറബി ഭാഷ 2 അർത്ഥമാണ് അതിനുള്ളത്. ഈ മീലിന്റെ അത്രത്തോളം അടുത്തേക്ക് മനുഷ്യരുടെ തലന്റെ മുകളിൽ കൊണ്ടുവരുമെന്നുള്ളതാണ്. സൂര്യനെ അടുപ്പിക്കുമെന്നുള്ളത്. ഒരു മീല് മനുഷ്യരും സൂര്യനും തമ്മിലുള്ള വ്യത്യാസം, അവരുടെ ദൂര വ്യത്യാസം 1 മൈലായിരിക്കുമെന്നുള്ളതാണ്. എന്താണ് മീൽ അറബി ഭാഷയിൽ പറഞ്ഞാൽ? ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സുലൈം ബിൻ ആമിർ റഹിമഹുല്ലാഹു തആല, അദ്ദേഹം ഒരു താബിഈ പ്രമുഖനായിരുന്നു. അദ്ദേഹം പറയാണ്, അറബി ഭാഷയിൽ 2 അർത്ഥമാണ് അതിനുള്ളത്. ഒന്നാമത്തേത് നമ്മൾ ദൂരം അളക്കുന്ന മൈൽ, ഏകദേശം 1800 മീറ്റർ വരുന്ന ആ ഒരു ദൂരം. രണ്ടാമത്തെ സഹോദരന്മാരെ, അറബികൾ കണ്ണിൽ സുറുമയിടാൻ ഉപയോഗിച്ചിരുന്ന സുറുമക്കോല്, അതിന്റെ നീളം. ഈ 2നും മീൽ എന്ന് പറയും അറബി ഭാഷയിൽ. ഇതിലേതാണെന്ന് അല്ലാഹു തആല ആലം. ചിന്തിച്ചു നോക്കൂ, ഈ ഒരു സന്ദർഭം ചൂട് അതികഠിനമായിരിക്കും എന്നുള്ളതാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫയകൂനുൻ നാസു അലാ ഖദ്രി അഅമാലിഹിം ഫിൽ അറഖ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മനുഷ്യന്മാർ, ജനങ്ങൾ അവരുടെ പ്രവർത്തനത്തിന്റെ കണക്കനുസരിച്ച്, തോതനുസരിച്ച് വിയർപ്പിൽ നിൽക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറയാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫമിൻഹും മൻ യകൂനു ഇലാ കഅബൈ, അവരിൽ നിന്നും തന്റെ നെര്യാണി വരെ വിയർപ്പിൽ നിൽക്കുന്നവരുണ്ടായിരിക്കും. എന്ന് പറയുന്നു, വമിൻഹും മൻ യകൂനു ഇലാ റുക്ബതൈ, തന്റെ മുട്ട് വരെ വിയർപ്പ് മുങ്ങി നിൽക്കുന്നവരുണ്ടായിരിക്കും. വമിൻഹും മൻ യകൂനു ഇലാ ഹഖ്വൈ, അവരുടെ ഒരു കൂട്ടർ അവരുടെ അര വരെ ഉണ്ടായിരിക്കും വിയർപ്പ് എന്നുള്ളതാണ്. വമിൻഹും മൻ യുൽജിമുഹുൽ ഖറഖു ഇൽജാമ, അവരിൽ നിന്നും ചിലർ വിയർപ്പിൽ മുങ്ങിത്താകുന്നവരായിരിക്കും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന്റെ വായയുടെ ഭാഗത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പറയാണ്, ഇത്രത്തോളം വിയർപ്പിൽ നിൽക്കുന്നവരുണ്ടായിരിക്കും എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഈ ഒരു സന്ദർഭം നമ്മൾ അനുഭവിക്കുന്ന ചൂടുണ്ടല്ലോ, അതിലേറെ ഇരട്ടി ചൂടുണ്ടായിരിക്കും എന്നുള്ളതാണ്. ചില ആളുകൾ പറയുന്ന വിഷയമാണ്. ഈ കാലഘട്ടത്തിലെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്നും സൂര്യനൊന്ന് അങ്ങോട്ട് മാറിയാൽ, അടുത്തേക്ക് നീങ്ങിയാൽ മുഴുവൻ കത്തിയെരിയും, ഒന്ന് പിറകോട്ട് മാറിയാൽ മുഴുവൻ തണുത്തുറക്കുമെന്നെല്ലാം പറയുന്നുണ്ടല്ലോ. സഹോദരങ്ങളെ, ഒരു മുഅ്മിൻ ഈ ഒരു വിഷയത്തിൽ മനസ്സിലാക്കേണ്ട വിഷയം, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ സൃഷ്ടിച്ച റബ്ബ്, മനുഷ്യരെ സൃഷ്ടിച്ച റബ്ബ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവുണ്ട്. എന്തിനാണ് കഴിവുള്ളത് സഹോദരങ്ങളെ? ചൂട് നൽകി കത്തിപ്പോകാതിരിപ്പിക്കാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. എല്ലാത്തിനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിലൊരു ഇസ്ലാമിന്റെ വിശ്വാസവും അതുപോലെ തന്നെ അവൻ മനസ്സിലാക്കുന്ന ദുനിയാവിന്റെ വിജ്ഞാനങ്ങളും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ചിലപ്പോൾ ആ വിജ്ഞാനം തെറ്റായിരിക്കാം,
മനുഷ്യന്റെ ചിന്തകളിൽ നിന്നുണ്ടായതായിരിക്കാം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ശരിയാണെങ്കിൽ തന്നെ അതൊരു ഇസ്ലാമിന്റെ വിശ്വാസത്തിന് എതിരാകുന്നില്ല. ഒരു മുഅ്മിൻ നിർബന്ധമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ വിശ്വസിക്കണം എന്നുള്ളതും ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, അവിടെ രക്ഷയാകാനുള്ളത് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അവന്റെ അർശിന്റെ തണൽ മാത്രമാണ്. അവന്റെ അർശിന്റെ തണൽ മാത്രമാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബ്അത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമൽ ഖിയാമത്തി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണലിൽ നിന്നും ചില ആളുകൾക്ക് തണൽ നൽകുമെന്നുള്ളതാണ്. അന്നേ ദിവസം ആ തണലല്ലാതെ മറ്റൊരു തണലില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ കഠിനമായിട്ടുള്ള ചൂടിൽ നമുക്ക് ചൂടെടുത്താൽ ചില സ്ഥലങ്ങളിൽ പോയി തണൽ കൊള്ളാം. മസ്ജിദുകളുണ്ട്, തുറന്നു കിടക്കുന്ന മസ്ജിദുകളുണ്ട്, മറ്റ് സ്ഥാപനങ്ങളുണ്ട്, അവിടെ പോയിരിക്കാം. മരങ്ങളുണ്ട്. പക്ഷെ സഹോദരങ്ങളെ, പരലോകം വിശാലമായിട്ടുള്ള ഗ്രൗണ്ടാണ്. മഅ്ശറ വിശാലമായിട്ടുള്ളൊരു മൈതാനം മാത്രമാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തണലല്ലാതെ മറ്റാരുടെയും തണലില്ല. വെള്ളം നൽകാൻ ആരുമില്ല. തന്റെ അമൽ മാത്രം, നഫ്സി നഫ്സി നഫ്സിയ, ഞാൻ എനിക്ക്, എന്റെ പ്രവർത്തനം, എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. ആരും സഹായിക്കാത്ത ആ രംഗം സഹോദരങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്തായിരിക്കും ആ രംഗം? നമ്മളും നമ്മുടെ പ്രവർത്തനങ്ങളും മാത്രമാകുന്ന ആ രംഗം. അവിടെ ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തണൽ നൽകുകയാണ്. ഈ 7 ആളുകളെ കുറിച്ചും അതല്ലാത്ത മറ്റ് ഹദീസുകളെ കുറിച്ചും നമുക്ക് കാണാൻ സാധിക്കും. മറ്റ് ഹദീസുകളെ നമുക്ക് കാണാൻ സാധിക്കും ഈ തണൽ നൽകുന്ന ഈ 7 ആളുകളെ കുറിച്ചും അതല്ലാത്ത ചില ആളുകളെ കുറിച്ചും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അങ്ങനെ ചില ആളുകൾക്ക് ആ തണൽ ലഭിക്കുന്നതാണ്. ഒന്നാമത്തെ ആള് അൽ ഇമാമുൽ ആദിൽ. ഇമാമുൽ ആദിൽ, അതിലുള്ള നീതിപൂർവ്വം ഭരണം നടത്തുന്ന ഒരു ഇമാം. അതുപോലെ തന്നെ ചില ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് ഒരു ഷാബ്, ഒരു യുവാവ്. അവന്റെ യുവത്വ കാലഘട്ടം മുതൽ അവൻ ഇബാദത്തിലായിക്കൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളത്. അതുപോലെ തന്നെ മസ്ജിദുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവൻ, അതുപോലെ തന്നെ ഇടത് കൈ അറിയാതെ വലത് കൈ കൊണ്ട് സ്വതക്ക നൽകുന്നവൻ. ഇങ്ങനെ പല ആളുകളെയും കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില റിവായത്തുകളിൽ കാണാൻ സാധിക്കും, മറ്റു ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, പ്രയാസമുള്ള ഒരുത്തൻ, കടവുമായി ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരുത്തന്റെ കടം മാറ്റിക്കൊടുക്കുക, അവധി നീട്ടിക്കൊടുക്കുക എന്നുള്ളവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിന്റെ തണൽ ലഭിക്കുമെന്നും ഹദീസുകളിൽ കാണാൻ സാധിക്കും സഹോദരങ്ങളെ. അപ്പോൾ ഒന്നാമതായി നമ്മൾ ചിന്തിക്കേണ്ട ഈ ഒരു സന്ദർഭമാണ്, മഅ്ശറയിൽ നിൽക്കുന്ന സന്ദർഭം. രണ്ടാമതായി കൊണ്ട് ചിന്തിക്കേണ്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വ നഊദു ബിക മിനൻ നാർ. സഹോദര നരകത്തിലെ ചൂട്, സഹോദരങ്ങളെ നരകത്തിലെ ചൂട്, സഹോദരിമാരെ നരകത്തിലെ ചൂട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് നരകത്തിലെ ചൂടിനെ കുറിച്ച്. നമ്മൾ ഈ ചൂട് അനുഭവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. എൻ്റെ അമലുകൾ കുറവായതുകൊണ്ട്, എൻ്റെ കുറവുകൾ കൊണ്ട് ഞാൻ നരകത്തിൽ പ്രവേശിച്ചാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നുള്ളത്, എനിക്കത് താങ്ങാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇഷ്തഖത്തിന്നാറു ഇലാ റബ്ബിഹ. നരകം അല്ലാഹുവിനോട് വേവലാതി പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിന്റെ അടിസ്ഥാനത്തിൽ പറയാണ്, നരകം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വേവലാതി പറയാൻ. എന്താണ് പറഞ്ഞത്? ഫഖാലത് റബ്ബി അകല ബഅലി ബഅല. അല്ലാഹുവേ, എൻ്റെ ചില ഭാഗം മറ്റു ചില ഭാഗങ്ങളെ ഭക്ഷിച്ചു കഴിഞ്ഞു. അതായത് കഠിനമായിട്ടുള്ള ചൂട് കാരണം. ഫഅദിന ലഹാ ബിനഫ്സിൻ നഫസിൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅദിന ലഹാ ബിനഫസൈൻ നഫസിൻ ഫിശ്ശിതാ വനഫസിൻ ഫിസ്സൈഫ്. 2 ശ്വാസോച്ഛ്വാസത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം കൊടുക്കണം നരകത്തിന്. ഒന്നാമത്തേത് എന്താണ്? ചൂട് കാലത്തുണ്ടാവുന്ന ഭൂമിയിലേക്ക് അടിക്കുന്ന ശക്തമായിട്ടുള്ള ചൂടുകാറ്റ്, അത് നരകത്തിന്റെ ശ്വാസോച്ഛ്വാസമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. രണ്ടാമത്തെ തണുപ്പ് കാലത്തിൽ ഉണ്ടാകുന്ന അതികഠിനമായിട്ടുള്ള തണുത്ത കാറ്റും അതിൽ നിന്നുള്ളതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് സഹോദരങ്ങളെ. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഫഇന്ന ശിദ്ദതൽ ഹർരി മിൻ ഫൈഹി ജഹന്നം. തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള ചൂട് നരകത്തിൽ നിന്നുള്ളതാണ്, നരകത്തിന്റെ അടുക്കൽ നിന്നും വരുന്ന ചൂടാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, ഈ നരകത്തിന്റെ ശ്വാസോച്ഛ്വാസത്തിൽ നിന്ന് വരുന്ന ചൂട് പ്രകാരമാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഉള്ളിലുള്ള ചൂട്? കല്ലിനെയും മരങ്ങളെയും മനുഷ്യനെയും കത്തിയരിക്കുന്ന ഈ നരകം എന്തായിരിക്കും ഇതിന്റെ അവസ്ഥ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഹറാമുകളിലേക്ക് നടക്കുമ്പോൾ, അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിയുമ്പോൾ, അള്ളാഹുവിനെ വിളിക്കേണ്ട സ്ഥാനത്ത് അബ്ദുൽ ഖാദർ ജീലാനി യാ ഗൗസ് യാ മുഹ്യിദ്ദീൻ എന്ന് വിളിക്കുമ്പോൾ
ബദ്രീങ്ങൾ എന്ന് വിളിക്കുമ്പോൾ സഹോദരന്മാർ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആ പ്രവർത്തനം ദീനുൽ ഇസ്ലാമിനെ പുറത്തു കളയും, ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്തു കളയുന്ന കാര്യമാണെന്ന്, നരകത്തിൽ ശാശ്വതനാകാൻ കാരണമാകുന്ന കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഹറാമുകളും ശിർക്കും ബിദ്അത്തും ജീവിതത്തിൽ വരുമ്പോൾ സഹോദരങ്ങൾ നരകത്തിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നന്മകളുമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്കുള്ള സുഖം എന്താണ്? നരകത്തിൽ ഒരു കൂട്ടം ജനങ്ങൾ കഴിയുമ്പോൾ, പ്രയാസപ്പെട്ട് കഴിയുമ്പോൾ അവൻക്ക് സ്വർഗത്തിൽ സംതൃപ്തിയുള്ള, സമാധാനപരമായിട്ടുള്ള, ആസ്വാദകരമായിട്ടുള്ള ജീവിതമുണ്ട്. ആ ജീവിതത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിൽ 81-ാമത്തെ വചനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ് ആ കാര്യത്തിന്റെ സന്ദർഭം? ആയത്തിറങ്ങാനുണ്ടായ സന്ദർഭം മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. തബൂക്ക് യുദ്ധത്തിന് പോകാതെ ചില മുനാഫിക്കീങ്ങൾ മാറി നിന്നു. അവർ പറഞ്ഞ കാരണം എന്താണ്? ഈ തബൂക്ക് യുദ്ധം നടക്കുന്നത് അതികഠിനമായിട്ടുള്ള ചൂടുകാലത്താണ്, അതികഠിനമായിട്ടുള്ള കാലഘട്ടത്തിലാണ്. അപ്പൊ അവർ പറഞ്ഞു, വഖാലൂ ലാ തൻഫിറൂ ഫിൽ ഹർ, നിങ്ങൾ ഈ ചൂട് കാലഘട്ടത്തിൽ പോകേണ്ടതില്ല. പലപ്പോഴും നമുക്ക് മസ്ജിദിലേക്ക് നടന്നു വരാൻ പ്രയാസം ചൂടാണ്. ചിന്തിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ, ജമാഅത്തിനെത്താൻ പ്രയാസം എന്താണ്? ചൂടാണ്. മസ്ജിദിൽ ചൂടാണെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന, ജമാഅത്തുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ മറുപടിയാണ്. കുൽ, പ്രവാചകരെ പറയുക, നാറു ജഹന്നമ അശദ്ദു ഹർറ, നരകത്തിലെ തീ അത് കഠിനമായിട്ടുള്ള തീയാകുന്നു, കഠിനമായിട്ടുള്ള ചൂടാകുന്നു. ലൗ കാനൂ യഫ്ഖഹൂൻ, അവർ ചിന്തിക്കുന്നവരായിരുന്നെങ്കിൽ, മനസ്സിലാക്കുന്നവരായിരുന്നെങ്കിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, പറയാണ്. സഹോദരങ്ങളെ, ചൂടിൽ നിന്നും, ഏത് കാലാവസ്ഥയിൽ നിന്നും ഒരു മുഅ്മിനെ ഇബാദത്തിൽ നിന്ന് വിട്ടു നിൽക്കൽ അനുവദനീയമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴിവുകഴിവ് നൽകിയ സന്ദർഭങ്ങളിൽ ഒരു മുഅ്മിന് ആ ഉദ്ർ, ഒഴിവുകഴിവ് എടുക്കാവുന്നതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുള്ളതാണെന്നും മറ്റ് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇതെല്ലാത്തവയിൽ നിന്നെല്ലാം ഒരു മുഅ്മിൻ മാറി നിൽക്കാനോ അവർക്ക് അനുവദനീയമല്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാത്തു വസലാമൻ على عبده الذين اصطفى وأصلي وأسلم على سيدنا محمد وعلى آله وصحبه والتابعين ومن سار على الدرب واقتفى ثم ما بعد. സഹോദരന്മാരെ, ചൂടിനെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്, പ്രവർത്തിക്കേണ്ട ചില വിഷയങ്ങളെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമതായിക്കൊണ്ട് നമുക്ക് എപ്പോഴൊക്കെ ചൂട് അനുഭവപ്പെടുന്നോ അപ്പോൾ നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷ തേടാൻ പരിശ്രമിക്കണമെന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല പ്രാവശ്യം ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചതായിട്ടും പറഞ്ഞതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. നരകത്തിൽ നിന്നും രക്ഷ തേടണമെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഹദീസിൽ അനസ് മാലിക് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുകയാണ്. ഇമാം ബുഖാരി, മുസ്ലിം റഹിമഹുല്ലാഹുവിന്റെ സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണ്. അദ്ദേഹം പറയാൻ, കാന അക്സറ ദുആഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും കൂടുതൽ അദ്ദേഹം ദുആ ചെയ്തിരുന്ന ദുആ ആയിരുന്നു, അല്ലാഹുമ്മ ആതിനാ ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. എന്താണ് ആ ദുആ? അല്ലാഹുവേ, ഞങ്ങൾക്ക് ദുനിയാവിലും പരലോകത്തിലും നന്മ നൽകണേ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഇത് നമ്മൾ ദുആ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് ഈ ചൂടുണ്ടാകുമ്പോൾ, ഈ പ്രയാസം ഉണ്ടാകുമ്പോൾ അവിടെ സബ്ർ കാണിക്കുക, ക്ഷമിക്കുക എന്നുള്ളത്. ഒരു മുഅ്മിന് ഏത് രൂപത്തിലുള്ള പ്രയാസം ഉണ്ടാകുമ്പോൾ അവൻ ക്ഷമിച്ചാൽ അവനിൽ നിന്നുള്ള തിന്മകൾ മായ്ക്കപ്പെടും, പാപങ്ങൾ അവർക്ക് പൊറുക്കപ്പെടും, അവൻക്ക് പ്രതിഫലം രേഖപ്പെടുത്തുമെന്നുള്ളതാണ്. സഹോദരന്മാരെ, ജീവിതത്തിൽ ചെയ്തു പോയ തിന്മകൾ മായ്ക്കാനുള്ള ഒരു മാർഗമാണ് ഈ ചൂടുണ്ടാവുമ്പോൾ ക്ഷമിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ ചെയ്യുന്ന ഒരു വിഷയമാണ് കാലഘട്ടത്തെ ശപിക്കുക എന്നുള്ളത്. എന്തൊരു ചൂടാണത്, എന്തൊരു വൃത്തികെട്ട ചൂടാണത്. ചില മോശപ്പെട്ട സംസാരങ്ങൾ അവിടെ ഉപയോഗിക്കുന്നതായി കാണാൻ സാധിക്കും. പാടില്ല, ഒരിക്കലും പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാൻ സാധിക്കും, നിങ്ങൾ കാലഘട്ടത്തെ ശപിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അനദ്ദഹർ
ഞാനാകുന്നു കാലഘട്ടം. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിക്കുന്നതിന് തുല്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സബ്ബ് പറയുന്നതിന് മോശമായി കൊണ്ട് പറയുന്നത് തുല്യമാണ് കാലഘട്ടത്തിൽ ശപിക്കുന്നത്, മോശമാക്കി പറയുന്നത്, തെറി പറയുന്നത്. പല ആളുകൾ മഴ പെയ്താൽ അപ്പം മഴയെ കുറ്റം പറയും, ചൂടുണ്ടായ ചൂടിനെ കുറ്റം പറയും, തണുപ്പുണ്ടായാലും അതിനെ കുറ്റം പറയും. ഒരു മുഅ്മിൻ ഒരിക്കലും ഒരു കാലഘട്ടത്തിനെയും കുറ്റം പറയാൻ പാടില്ല എന്നുള്ളതാണ്. അത് നമ്മൾ പരസ്പരം ഉപദേശിക്കണം. സംസാരത്തിൽ നിന്ന് അറിയാതെ വരുമ്പോൾ പരസ്പരം ഉപദേശിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, ഈ ഒരു സന്ദർഭത്തിൽ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രതിഫലം നിറഞ്ഞ ഒരു സ്വതക്കയാണ് ജനങ്ങളെ വെള്ളം കുടിപ്പിക്കുക എന്നുള്ളത്. നമുക്ക് കാണാൻ സാധിക്കും, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അതിനെ ഹസനാക്കിയതും കാണാൻ സാധിക്കും. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു സ്വഹാബി, അതായത് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന ഉമ്മി മാതത് അഫ അതസദ്ദഖു അൻഹാ, എൻ്റെ ഉമ്മ മരണപ്പെട്ടു, അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യട്ടെ. ഞാൻ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഉമ്മമാർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ മേൽ സ്വതക്ക ചെയ്യാൻ പറ്റൂല എന്നുള്ളത്, അതായത് അവർക്ക് പ്രതിഫലം ലഭിക്കാൻ. അപ്പോൾ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല നഅം, അതെ. ഖുൽതു, അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഫഅയ്യു സ്വദഖതി അഫ്ളൽ, ഏത് സ്വതക്കയാണ് ഏറ്റവും ശ്രേഷ്ഠമായത്? നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും ഏറ്റവും അഫ്ളലായത്, ശ്രേഷ്ഠമായത് സ്വീകരിക്കണമെന്നുള്ളത് ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട. സ്വഹാബത്തിന്റെ അതിയായ ആഗ്രഹം അപ്രകാരമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഖിയുൽ മാ, വെള്ളം കുടിപ്പിക്കലാണ്. എന്താണ് വെള്ളം കുടിപ്പിക്കലാണ്? സഹോദരങ്ങൾ, ഈ ചൂടുള്ള സന്ദർഭത്തിൽ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത് പ്രതിഫലം നിറഞ്ഞ ഒരു ഇബാദത്തായിട്ടാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നതായി കാണാൻ സാധിക്കും, സഖിയുൽ മാ മിൻ അഅ്ലമി ഖുർബാത്ത് ഇൻദല്ലാഹി തആല വഖദ് ഖാല ബഅദു താബിഈൻ, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഇബാദത്തുകളിൽ പെട്ടതാണ് വെള്ളം കുടിപ്പിക്കുക എന്നുള്ളത്. ചില താബിഈങ്ങളിൽ നിന്നും ഇപ്രകാരം വന്നിട്ടുണ്ട്, മൻ കസ്റത്ത് ദുനൂബുഹു ഫഅലൈഹി ബിസഖിൽ മാ, ആരെങ്കിലും പാപങ്ങൾ അധികരിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മേൽ വെള്ളം കുടിപ്പിക്കലാകുന്നു. സഹോദരങ്ങൾ, പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണമായിട്ടാണ് ദീനുൽ ഇസ്ലാം വെള്ളം കുടിപ്പിക്കുന്നതിനെ കണ്ടിട്ടുള്ളത്. വഖദ് ഗഫറല്ലാഹു ദുനൂബല്ലദീ സഖൽ കൽബ്, എന്താണ് കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല നായ്ക്ക് വെള്ളം കൊടുത്ത മനുഷ്യന് പാപങ്ങൾ പുറത്തു കൊടുത്തു എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദാഹിച്ചു വരുന്ന ഒരു മനുഷ്യന് വെള്ളം കൊടുക്കേണ്ട ശ്രേഷ്ഠത എന്തായിരിക്കും എന്നുള്ളത് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങൾ. എന്നിട്ട് അദ്ദേഹം അവർ പറയുന്നുണ്ട്, ഫകൈഫ ബിമൻ സക റജുല മുഅ്മിനൻ മുവഹിദൻ, തൗഹീദുള്ള മുഅ്മിനായിട്ടുള്ള മസ്ജിദിലേക്ക് വരുന്ന ഒരാൾക്ക് വെള്ളം കൊടുത്താൽ എന്തായിരിക്കും അതിന്റെ പ്രതിഫലം? ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങൾ, നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അമലു സ്വാലിഹാത്തുകളിൽ മുന്നേറേണ്ട സമയമാണിത്. നോമ്പെടുത്തുകൊണ്ടും പ്രയാസപ്പെട്ട് നോമ്പെടുത്തുകൊണ്ടും അതുപോലെ തന്നെ ജനങ്ങൾക്ക് വെള്ളം കൊണ്ടുമെല്ലാം മുന്നേറേണ്ട സമയം ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളിൽ നിന്ന് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ഫിർദൗസൽ അഅ്ലാ മിനൽ ജന്ന, اللهم إنا نسألك الفردوس الأعلى من الجنة. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم اكتب لنا أجر الصابرين، اللهم اكتب لنا أجر الصابرين. اللهم ربنا آتنا في الدنيا حسنة